അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പല വസ്തുക്കളും ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽപ്പെട്ട ഒന്നാണ് പശ, ഗമ്മ് എന്ന് പറയുന്നത്. നമ്മുടെ പുസ്തകങ്ങൾ ഒട്ടിക്കാൻ, പൊട്ടിപ്പോയ വസ്തുക്കൾ ഒട്ടിക്കാൻ, നമ്മുടെ വീട്ടിലെ പ്ലംബിങ് പണികൾ അതിനൊക്കെ ഒട്ടിക്കാനൊക്കെ പശ ഉപയോഗിക്കാറുണ്ട്. ചിലത് വീര്യം കൂടിയതുണ്ട്, ചിലത് വീര്യം കുറഞ്ഞതുണ്ട്. ചിലത് ഉണങ്ങിക്കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും, അത് നമുക്ക് ഇളക്കി കളയാൻ എളുപ്പമാണ്. ചിലത് കല്ല് പോലെ ഉറച്ചു പോകുന്ന പശകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഒതു എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അവയവത്തിൽ ഇത്തരത്തിലുള്ള പശകൾ, അതായത് കഴുകപ്പെടുന്ന അവയവത്തിൽ ഇത്തരത്തിലുള്ള പശകളുണ്ടെങ്കിൽ, ഇനി ജനാബത്ത് കുളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പശകൾ അവൻ്റെ ശരീരത്തിൽ ഇരിക്കുകയാണെങ്കിൽ അവൻ്റെ കുളിയും ശരിയാവില്ല. ഒതു കൊടുക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒതും ശരിയാവില്ല. അപ്പോൾ ഈ റബ്ബർ പോലെ ഇരിക്കുന്ന, ഉണങ്ങിയാൽ റബ്ബർ പോലെ ഇരിക്കുന്ന പശകൾ, അത് നമ്മൾ കൈകൊണ്ട് ഇളക്കിയാൽ അത് പൊളിഞ്ഞു പോകും, കുഴപ്പമില്ല, വെള്ളം ഒഴിച്ചൊക്കെ കഴുകിക്കളയാൻ പറ്റും. എന്നാൽ ഫേവിക്വിക്ക് പോലെയുള്ള അല്പം കാഠിന്യമുള്ള കട്ടിയുള്ള പശകൾ, അത് ശരീരത്തിലായാൽ പെട്ടെന്ന് ഉണങ്ങുകയും പെട്ടെന്ന് സെറ്റാവുകയും അത് നമ്മൾ ഇളക്കിക്കളയാൻ നോക്കിയാൽ പ്രയാസമാവുകയൊക്കെ ചെയ്യുന്ന ഒരു പശയാണ്. പക്ഷേ ഈ സാധനമാണെങ്കിലും നമ്മൾ കൈകൊണ്ട് ചുരണ്ടിയിട്ട് പോകുന്നില്ല എങ്കിലും ഒതു എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുളിക്കുമ്പോൾ അത് ശരീരത്തിലുണ്ടെങ്കിൽ ഒതു ശരിയാവില്ല, കുളി ശരിയാവില്ല. അപ്പോൾ പിന്നെ അത് കളയാൻ എന്താണ് മാർഗം? അത് ശ്രദ്ധിച്ച് കേൾക്കുക. ഫേവിക്വിക്ക് പോലെയുള്ള പശകൾ കയ്യിലായാൽ അത് ഉണങ്ങാൻ നമ്മൾ സമയം കൊടുക്കണം. ധൃതി പിടിച്ച് അത് എവിടെയെങ്കിലും തേക്കുകയോ ശരീരത്തിലോ വസ്ത്രത്തിലോ തേക്കുകയോ ചെയ്യാതെ അത് ഉണങ്ങാൻ നമ്മൾ സമയം കൊടുക്കുക. ഉണങ്ങിക്കഴിഞ്ഞാൽ ഒന്നിരിക്കെ നമുക്കത് ഒരു അല്പം പ്രയാസപ്പെട്ടാണെങ്കിലും പൊളിച്ച് കളയാൻ പറ്റും. ഇനി പൊളിച്ച് കളഞ്ഞിട്ടും പോകാത്ത കുറച്ച് കയ്യിലിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ശരീരത്തിൽ കയ്യിലിരിക്കുകയാണെങ്കിൽ അത് കൈ അല്ലെങ്കിൽ പശ ഉണങ്ങിയിരിക്കുന്ന ഭാഗം ഒന്ന് വെള്ളം നനച്ചിട്ട് അത് സിമൻറ്റ് തേച്ചിട്ട് പെയിൻ്റ് അടിക്കാത്ത ഭിത്തിയിൽ പതുക്കെ ഉരസുകയാണെങ്കിൽ ആ പശ അത് തേഞ്ഞ് ഇല്ലാതായി പൊക്കോളും. രണ്ടാമത്തെ മാർഗം, അതുപോലെ തന്നെ നമ്മൾ മരം മറ്റുമൊക്കെ മിനുസപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സാൻഡ് പേപ്പർ ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ കൈ അല്ലെങ്കിൽ പശയായ ഭാഗം നനച്ചിട്ട് ആ പേപ്പറിൽ ഉരച്ചാൽ ആ പശ അത് പോകും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത് പരിപൂർണമായിട്ടും ശരീരത്തിൽ നിന്ന് പോകും. അപ്പം ഇത്തരത്തിൽ നീക്കം ചെയ്തതിന് ശേഷം ഒതു എടുക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്താലാണ് അവൻ്റെ ചെറിയ അശുദ്ധിയും വലിയ ശുദ്ധിക്കാരൻ്റെ വലിയ അശുദ്ധിയും നീങ്ങുകയുള്ളൂ. അള്ളാഹു തആല നല്ല കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വിവരം നിങ്ങൾ കഴിയുമെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.